കിണറ്റിലൊരു പൂച്ച വീണ് കിടപ്പുണ്ട്. വേഗം വന്ന് അതിനെ എടുത്ത് രക്ഷിക്കണം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വെള്ളം കൂടി മുട്ടും. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് അതിരാവിലെ സുഹൃത്തിന്റെ ഒച്ചപ്പാട് കേട്ട് എല്ലാവരും കൂടി കിണറ്റിന്റെ അടുത്തെത്തി. കിണറിലേക്ക് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് പൂച്ച വേണമെന്ന് പറഞ്ഞ സുഹൃത്ത് നിർത്താതെ ചിരിക്കാനായിട്ട് തുടങ്ങിയത്. കിണറ്റിലേക്ക് നോക്കിയ തല പുറത്തെടുത്ത് ഏപ്രിൽ 1 എന്നോർത്ത് പറ്റിച്ചവനെ 2 ചീത്തയും പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ പോയി. ഏപ്രിൽ 1 വിഡ്ഢികളുടെ ദിനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഓർക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നൊസ്റ്റാളജി ഉണ്ടാകും അല്ലേ? അപ്പോൾ ഹോസ്റ്റലുകളും വീടുകളും ക്ലാസ് മുറികളും എല്ലാം തീർക്കുന്ന ചിരി തമാശകളാണ് അതെല്ലാം. ചിരിക്കാനും ചിരിപ്പിക്കാനും വിഡ്ഢികളാകാനും മാത്രമായുള്ള ഒരു ദിനം. ഇങ്ങനെ ഒരു ദിവസം എന്തിനു വേണ്ടി എന്ന് പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഏപ്രിൽ 1 പിന്നിലെ കഥ? എങ്ങനെയാണ് വിഡ്ഢികളുടെ ദിനമായി ഏപ്രിൽ 1 തിരഞ്ഞെടുക്കപ്പെട്ടത്? സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളുടെ പ്രളയകാലമാണല്ലോ ഇത്. സത്യം പറയാനായിട്ട് ആളുകൾ വിശ്വാസയോഗ്യമായ മാധ്യമങ്ങളെയാണ് ആശ്രയിക്കാറുള്ളത്. പക്ഷേ 1957 ഏപ്രിൽ ഫൂൾ ദിനത്തിൽ BBC സ്പെഗാറ്റി വിളയുന്ന തെക്കൻ സ്വിറ്റ്സർലാൻഡിലെ ഒരു മരത്തെപ്പറ്റി ആരാധിക്കണമെന്നായിരിക്കണം ഒരു റിപ്പോർട്ട്. ഇറ്റാലിയൻ ഭക്ഷണമായ സ്പെഗാറ്റിയെ പറ്റി ബ്രിട്ടീഷുകാർക്ക് അത്ര അറിവില്ലാത്ത സമയമായിരുന്നു ഈ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ന്യൂഡിൽസ് പോലൊരു വസ്തുവാണ് സ്പെഗാറ്റി എന്ന് അറിയാതെ മരത്തിൽ വിളയുന്ന സ്പെഗാറ്റികളെ പറ്റി അമ്പരന്നിരുന്ന ബ്രിട്ടീഷുകാർ റിപ്പോർട്ട് കണ്ടു. ഒരു മരം വളർത്തുന്നതിനെ പറ്റി അറിയാനായിട്ട് പലരും BBC ഓഫീസിലേക്ക് ഫോണും ചെയ്തു. അങ്ങനെ 2008 പറക്കുന്ന പെൻഗ്വിനുകളെ പറ്റിയുള്ള വാർത്തയും ഏപ്രിൽ ഫുൾ ദിനത്തിൽ BBC സംപ്രേഷണം ചെയ്തിരുന്നു. കുസൃതിക്കായിട്ട് ചെയ്ത ഈ വാർത്തകൾ വിമർശനത്തിന് വരെ വിധേയമാകുകയും ചെയ്തു. ഏപ്രിൽ ഫൂൾ ദിനത്തിന്റെ ഉത്ഭവത്തെ പറ്റി പല കഥകളും ഉണ്ടെങ്കിലും കലണ്ടറുമായിട്ടും ബന്ധപ്പെട്ട കഥയാണ് സ്വീകാര്യത കൂടുതലായിട്ടുള്ളത്. യൂറോപ്യന്മാരാണ് ആദ്യമായിട്ട് വിഡ്ഢിദിനം ആഘോഷിക്കാനായി തുടങ്ങിയതെന്നാണ് ചരിത്രം. ആ ആചാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചതും യൂറോപ്യന്മാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു കലണ്ടർ മാറ്റം വരുത്തിച്ച വിനയാണ് വിഡ്ഢിദിനം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ജൂലിയൻ കലണ്ടർ പ്രകാരം ഏപ്രിൽ 1 ആയിരുന്നു ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത്. ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയപ്പോൾ ജനുവരി 1 പുതുവത്സര ദിനമായി മാറി. അങ്ങനെ 1582 ഫ്രാൻസിലായിരുന്നു ആ കലണ്ടർ മാറ്റം. അക്കാലത്ത് മാർപ്പാപ്പ പോപ്പ് ഗ്രിഗറി 13 പഴയ കലണ്ടർ പരിഷ്കരിച്ചുകൊണ്ട് ഗ്രിഗേറിയൻ കലണ്ടർ തുടങ്ങിയത്. വാർത്താവിനിമയ ഉപാധികൾ വളരെ കുറവായ അന്നത്തെ പരിഷ്കാരങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാജ്യപരിഷ്കരണങ്ങൾ ജനങ്ങളിൽ എത്താനായിട്ട് ഒരുപാട് സമയം എടുത്തു. കലണ്ടർ മാറ്റം അറിയാതെ പിന്നെയും ചിലർ ഏപ്രിൽ 1 തന്നെ പുതുവത്സരം ആഘോഷിച്ചു. ഇവരെ മണ്ടന്മാർ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, പുത്തൻ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവാത്തവരെ കൂടി പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ 1 വിഡ്ഢിദിനം ആഘോഷിച്ചു തുടങ്ങിയതും എന്നാണ് പറയുന്നത്. അതിന്റെ ചുവട് പിടിച്ചിട്ട് എല്ലാ വർഷവും ഏപ്രിൽ 1 പലരെയും കളിയാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഏപ്രിൽ 1 വിഡ്ഢികളുടെ ദിനമായി മാറി. അതുപോലെ തന്നെ ഗ്രീക്ക് ദേവതയായ സെറസിന്റെ മകളായ പ്രോസ്പിനായെ പ്ലൂട്ടോ തട്ടിക്കൊണ്ടുപോയ കഥയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു കഥയെന്ന് പറയുന്നത്. പ്ലൂട്ടോ പാതാളത്തിലേക്ക് പ്രോസ്പിനായെ തട്ടിക്കൊണ്ടുപോയി. മകളെ രക്ഷപ്പെടുത്താനായിട്ട് സെറസിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മകളുടെ ശബ്ദം കേട്ട് സെറസ് പലയിടങ്ങളിലേക്ക് ഓടി. സെറസ് മകളെ തേടി ഓടിയത് പിന്നീട് തമാശയായി പരിണമിക്കപ്പെട്ടു. ഇതും ഏപ്രിൽ ഫൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറയാറുള്ള കഥ തന്നെയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി കഥയിൽ നിന്നാണ് ഏപ്രിൽ ഫൂൾ ദിനം തുടങ്ങിയതെന്നും പറയപ്പെടുന്നുണ്ട്. കഥയിലെ കടന്നുകൂടിയ മാർച്ച് 32 എന്ന പരാമർശമാണ് വിഡ്ഢിദിനത്തിലേക്ക് വഴി തെളിച്ചതെന്നും വിശ്വാസമുണ്ട്. റോമിലെ ഹിലാരിയ എന്ന ആഘോഷത്തോടനുബന്ധിച്ചാണ് വിഡ്ഢിദിനം ആരംഭിച്ചതെന്നും മറ്റ് ചരിത്രകാരന്മാർ പറയുന്നു. സത്യം പറഞ്ഞ ഏപ്രിൽ 1 വിഡ്ഢികളാകുന്നവരെ മണ്ടന്മാർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ഇവരെ വിളിക്കാനായിട്ട് പ്രത്യേക പേരുകളൊന്നും തന്നെ ഇല്ല എങ്കിലും പല വിദേശ രാജ്യങ്ങളിലും ഏപ്രിൽ 1 ഫൂളാകുന്നവരെ വിളിക്കാനായിട്ട് പ്രത്യേക പേരുകൾ വരെ ഉണ്ട് കേട്ടോ. വിഡ്ഢിദിനത്തിലെ വിഡ്ഢികളാകപ്പെടുന്നവരെ ഇംഗ്ലണ്ടിൽ നൂഡി എന്നാണ് വിളിക്കുക. ജർമ്മനിയിൽ എത്തുമ്പോൾ ഇത് ഏപ്രിനാർ ആകും. ഫ്രഞ്ചുകാർ ഇവരെ ഏപ്രിൽ ഫിഷ് എന്നും വിളിക്കും. ഏപ്രിൽ ഗോക്ക് എന്നാണ് സ്കോട്ട്ലൻഡിൽ ഇവർ അറിയപ്പെടുന്നത്. ഈസ്റ്റർ നോമിന് 10-40 ദിവസം മുൻപുള്ള ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് വിഡ്ഢിദിനം ആഘോഷിക്കുന്നത്. മെക്സിക്കോയിൽ ഡിസംബർ 28 വിഡ്ഢിദിനം. ഏപ്രിൽ 1 ചുറ്റിപ്പറ്റി പല അന്ധവിശ്വാസങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലേ. സുന്ദരിയായ യുവതി ഒരു യുവാവിനെ വിഡ്ഢിയാക്കുന്നുവെങ്കിൽ അവൾ അവനെ വിവാഹം ചെയ്യുമെന്നാണ് വിശ്വാസം. ഏപ്രിൽ 1 വിവാഹിതരായി കഴിഞ്ഞാൽ ഭർത്താവിനെ ഭാര്യ ഭരിക്കുമെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. ഏപ്രിൽ ഫൂൾ വിഡ്ഢിദിനം എന്നുമെല്ലാം പേര് ചൊല്ലി ഏപ്രിൽ 1 ആഘോഷിക്കുന്ന നിരവധി പേര് നമുക്ക് ചുറ്റുമുണ്ട്. കിണറ്റിലെ പൂച്ച വീണെന്നും ഇന്ന് സ്കൂളിൽ നിന്നും ഓഫീസിൽ എല്ലാവർക്കും ഇന്ന് ഡിന്നർ ഉണ്ടെന്നും എല്ലാം പറയുന്ന ചെറിയ ചെറിയ തമാശകളായിരുന്നു ഒരു കാലത്ത് ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത്. എന്നാൽ കാലം മാറിയതോടെ ക്രൂരമായിട്ട് ചിരിക്കാനും തമാശ പറയാനും മനുഷ്യർ തുടങ്ങിയതോടെ ചിരിക്കാനായുള്ള ദിനം സങ്കടങ്ങളുടെയും കണ്ണീരിന്റെയും ദിനമായി കൂടി മാറുകയാണ്. പരസ്പരം മനസ്സിന് മുറിവേൽപ്പിക്കും പോലെ പ്രാങ്ക് ചെയ്തും കുത്തിനോവിച്ചും വിഡ്ഢിദിനം ആഘോഷമാക്കുന്നവരുടെ കാലമാണിത്. ഏപ്രിൽ 1 ജനിച്ചു പോയതുകൊണ്ട്
മാത്രം വർഷം മുഴുവൻ ഒരു വിഡ്ഢിയായി മുദ്രകുത്തുന്നവർക്കും ഇത് സന്തോഷത്തിന്റെ ദിവസമല്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, ചിരിപ്പിക്കാനാകണം ഈ ഏപ്രിൽ 1. മാർക്ക് ട്വെയിൻ പറഞ്ഞതുപോലെ തന്നെ വിഡ്ഢികളുടെയും വിഡ്ഢികളാക്കപ്പെടുന്നവരുടെയും ദിനമല്ല, സ്വന്തം മണ്ടത്തരങ്ങളെക്കുറിച്ച് ഓർത്ത് ചിരിക്കാനുള്ള ദിവസമാകട്ടെ എല്ലാവർക്കും ഏപ്രിൽ 1.